എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി കൊടുത്തേക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾ റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെയല്ലേ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിനെതിരെ പ്രതികരിക്കാഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് എനിക്ക് അയച്ചു തന്നത്. ശരിക്കും ഞാൻ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായും ഞാൻ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായം, ഞാൻ റിയാക്ട് ചെയ്യുന്നത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണല്ലോ ഇത്. പക്ഷേ ആ അഭിപ്രായം പറയുമ്പോഴും നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം, പക്ഷേ അതിൻ്റെ പേരിൽ തെറിയഭിഷേകം ചെയ്യുക, മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ പിതൃത്വത്തെ പോലും ചോദിക്കുന്ന തരത്തിൽ റിയാക്ട് ചെയ്യുക, അതൊന്നും ഒരിക്കലും ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ പലരും ചോദിക്കും, നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും റിയാക്ട് ചെയ്യില്ലേ, ഈ പറഞ്ഞതുപോലെയൊന്നും പ്രതികരിക്കില്ലേ എന്നൊക്കെ നിങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ടാവാം. ഉറപ്പായിട്ട് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാറുണ്ട്. അതെന്ന് വെച്ചാൽ, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും കമൻ്റ് ഇട്ട് നമ്മളെ വെറുമില്ല ഏതാണ്ട് നമ്മൾ റീച്ചിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയിൽ എന്തും പറയും എന്നൊക്കെയുള്ള രീതിയിൽ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ, അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ, നമ്മൾ നമ്മുടെ പ്രതികരണം അറിയിക്കുമ്പോൾ അവർക്ക് പിടിക്കാണ്ട് വരും. അപ്പോൾ അവർ വന്നിട്ട് ഇവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പച്ചയ്ക്ക് തെറി വിളിക്കാനും നമ്മുടെ പാരൻസിനെ പോലും പറയാൻ മടിക്കാത്ത ആളുകളുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ സമയം വന്നപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ അനുമോളെ പറ്റിയിട്ട് വിമർശിച്ചു കഴിഞ്ഞാൽ അവരുടെ പി ആറും അതുപോലെ തന്നെ ഫാൻസോളികളൊക്കെ വന്നിട്ട് തെറി വിളിക്കുന്ന ഒരു പ്രവണത. അപ്പോൾ അത്തരത്തിൽ വരുന്ന പല ആളുകളെയും ഞാൻ എന്താ ചെയ്യുക, നല്ല വൃത്തിയായിട്ട് അവർക്ക് നോവണം എന്നുണ്ടെങ്കിൽ എവിടെ കൊടുക്കണം അവിടെ തന്നെ കൊടുത്ത് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അതല്ലാണ്ട് ചാനലിൽ വന്നിട്ട് പച്ചത്തെറി വിളിച്ചിട്ട് വീഡിയോ ചെയ്യാറില്ല. അങ്ങനെ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് കാണാനും സാധിക്കില്ല. അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, അപ്പി ബൈജുവിന് ഒരിക്കൽ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം തീട്ടം ബൈജുവിനെ പറ്റിയിട്ട്. തീട്ടം ബൈജു ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു 1.5-2 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് തീട്ടം ബൈജു വന്നിട്ട് എന്നെ പറ്റിയിട്ട് വീഡിയോയിൽ പരാമർശിച്ചപ്പോൾ, ആ ഒരു സമയത്ത് പരിധി വിട്ട രീതിയിലുള്ള തീട്ടം ബൈജുവിൻ്റെ അഭിപ്രായത്തിന്, വിമർശനങ്ങൾക്ക് എനിക്ക് മറുപടി കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് ആ നാണയത്തിൽ തന്നെ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഷൈനി മധുസൂദനൻ എന്ന് പറയുന്ന ഒരമ്മച്ചിയെ, അതായത് ആ അമ്മച്ചി ഒരു BJP പ്രവർത്തക ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവർക്കാണെങ്കിൽ പലയിടത്തും വളരെയധികം വിദ്വേഷപരമായിട്ടുള്ള രീതിയിലുള്ള ലൈവുകളും അതുപോലെ തന്നെ പോസ്റ്റുകളൊക്കെ ഇടയ്ക്കൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിനെതിരെ പലരും അവരെ ഊക്കാറുമുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് വിഷയമൊന്നുമല്ല. അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും വിളിച്ച് പറയാനുള്ള ഒരു ലൈസൻസ് ആണ് എന്നാണ്. അവർ മാത്രമല്ല, അങ്ങനെ കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്തരക്കാർക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വളരെ ദോഷമായിട്ട് അത് ഭവിക്കും. പക്ഷെ ആരും അങ്ങനെ അതിനായിട്ട് ഇറങ്ങില്ല എന്ന് അവർക്കൊക്കെ അറിയാം. അതുകൊണ്ടാവണം ഇത്തരത്തിൽ എന്തും ആരെയും പറയുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഇവരൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാനാണെങ്കിൽ, വേടൻ ഉണ്ടല്ലോ, റാപ്പർ വേടൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഹിരൺദാസ് മുരളി. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരന് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേക്കുറിച്ചിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതിനെക്കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോയും ചെയ്തതാണ്. വളരെ വൃത്തികെട്ട ഒരു അവാർഡായിപ്പോയി അത് എന്ന് പലരും പറയുന്നുണ്ട്. ഞാനും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് അയാളെക്കാളും നന്നായിട്ട് ആ ഒരു അവാർഡിന് അർഹരായിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ടെങ്കിലും അവരെയൊക്കെ പിന്തള്ളി ഈ ഒരു പുള്ളിക്കാരന് അത് കൊടുത്തത് എന്തടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയില്ല.
അപ്പോൾ പണ്ടാരാണ്ട പറയുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു, ചൊല്ലല്ല പണ്ടാരാണ്ട പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങോട്ട് കടമെടുക്കുകയാണ്. ദിലീപ് എന്ന് പറയുന്ന നടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ജനപ്രിയ നായകൻ എന്നാണ് ദിലീപിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ആരോ പറയുന്നത് കേട്ടു, ദിലീപിന് ഇതുപോലെ ഒരു അവാർഡ് വച്ചിരുന്ന സമയത്താണ് ദിലീപ് ആ ഒരു നടിയെ ആക്രമിച്ച കേസിൽ അകത്തേക്കൊക്കെ പോവേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ പേരിൽ ഒരു കേസ് ഉള്ളത് കൊണ്ട് തന്നെ ദിലീപിന് അവാർഡ് കൊടുത്തില്ല എന്നൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടു. എനിക്ക് റിയലായിട്ട് ആ കാര്യത്തെക്കുറിച്ചിട്ട് അറിയില്ല. അപ്പോൾ ആ കാര്യവുമായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ പേരിൽ ഇപ്പോൾ കേസ് കിടപ്പുണ്ട്. അപ്പോൾ അയാൾ ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന ആള് അകത്താണോ പുറത്താണോ എന്നതിലല്ല വിഷയം. ഒരാളുടെ പേരിൽ കേസും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെയും ഒഴിവാക്കി കളയാം. എന്നാൽ പോലും ഇയാളുടെ സംഗീതത്തിന് മികച്ച രചയിതാവിനുള്ള അവാർഡ് കൊടുത്തതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അപ്പോൾ എൻ്റെ യോജിപ്പും വിയോജിപ്പൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയാനായിട്ട് വന്നൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ ഒരു ഷൈനി മധുസൂദനൻ എന്ന് പറയുന്ന അമ്മച്ചിക്കുള്ളൊരു മറുപടിയാണ്. നമ്മളൊരാൾക്കൊരു മറുപടി കൊടുക്കുമ്പോൾ ആ ആൾ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണെന്നും മറ്റുള്ളവർ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചോദ്യം എന്താണെന്ന് പറയാതെ മറുപടി കൊടുക്കാനായിട്ടിരിക്കുമ്പോഴത്തേക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവാം, ഇതെന്താ ചോദ്യം ഇല്ലാതെ ഉത്തരം മാത്രമാണെന്ന്. പക്ഷേ ഈ ഒരു ചോദ്യം എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പറയുന്നതിനും ഒത്തിരി ഉളുപ്പുണ്ട്. കാരണം അത്രയും വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പറയുന്ന ഷൈനി മധുസൂദനൻ വേടനെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയതിനെ തുടർന്ന് ഈ ഒരു പുള്ളിക്കാരത്തി ഇട്ട പോസ്റ്റാണ്. അപ്പോൾ ഞാൻ ആ ഒരു പോസ്റ്റ് ആദ്യം വായിക്കാം. ഈ ഒരു പോസ്റ്റ് വായിക്കണമെങ്കിൽ തന്നെ കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി പോരാ, അതുക്ക് മേലെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പോസ്റ്റ് വായിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റ് ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് വെക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന അതുപോലെ തന്നെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ സൈഡിൽ ഈ ഒരു പോസ്റ്റ് ഞാൻ അതുപോലെ കൊടുത്തേക്കാം. ഇതിൻ്റെ ഒരു ലഘുരൂപം എന്നിട്ട് ഞാനിവിടെ വായിക്കാം. ഏതോ പബ്ലിക് ടോയ്ലറ്റിൽ കയറി ഏതോ ഡാഷിൽ, അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന വേടൻ്റെ അമ്മയ്ക്ക് അവിഹിതത്തിൽ ഉണ്ടായ അച്ഛൻ പോലും ആരാണ് എന്ന് അറിയാത്ത ഒരു കുട്ടിയാണ് വേടൻ എന്നാണ് ഈ പറയുന്ന ഷൈനി മധുസൂദനൻ എന്ന് പറയുന്ന നമ്മുടെ BJP പ്രവർത്തക കൂടിയായ അമ്മച്ചി പറഞ്ഞു വയ്ക്കുന്നത്. ശരിക്കും അവർ പറഞ്ഞ വാക്കുകളെന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഇത്രയും പ്രായമുള്ള ഇവർക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ എഴുതിയിടാൻ പോലും നാണവും മാനവും ഉളുപ്പുമില്ലേ തള്ളേ എന്നാണ് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും എനിക്കത് പറയാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവരിട്ട ആ ഒരു പോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ദേ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ട അവർക്ക് എനിക്ക് കൊടുക്കാനുള്ള ഒരു മറുപടി എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഏത് ഒരു കുഞ്ഞിനും ആരാണോ അപ്പൻ എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ആരെയാണോ അവരായിരിക്കും ആ ഒരു കുഞ്ഞിൻ്റെ അപ്പൻ എന്നുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ തിരിച്ചങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും പറയാനുള്ള മറുപടി? നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ അപ്പൻ ആരാണെന്ന്? നിങ്ങളുടെ അമ്മ നിങ്ങളോട് ആരെ ചൂണ്ടി നിന്റെ അച്ഛനാണ് ഇത് എന്ന് പറഞ്ഞുവോ അതാണ് നിങ്ങളുടെ അച്ഛൻ. അല്ലാണ്ട് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ അമ്മ ഏതെങ്കിലും ഏതെങ്കിലും പബ്ലിക് ടോയ്ലറ്റിൽ നിന്ന് ജനിപ്പിച്ചതാണോ നിങ്ങളെ എന്നുള്ള കാര്യം അറിയാവുന്നത് നിങ്ങളുടെ അമ്മയ്ക്ക് മാത്രമാണ്. അപ്പോൾ വേടന് കൊടുത്തിരിക്കുന്ന ആ ഒരു അവാർഡിനോട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ മാന്യമായ ഭാഷയിൽ വിമർശിക്കാം. പക്ഷേ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി അവനെ ഡാഡി ഇല്ലാത്തവൻ എന്ന് വിളിച്ചാൽ പോലും ഇത്രയേറെ ബുദ്ധിമുട്ട് തോന്നില്ല. ആർക്കും ഇത്രയേറെ വിഷമവും തോന്നിയില്ല. പക്ഷേ ഇത്രയും അശ്ലീലം പറഞ്ഞ് പിടിപ്പിച്ച് നിങ്ങളെ എന്താ പറയുക? നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും കിട്ടിയതാണോ ഇത്രയും നല്ല സംസ്കാരം എന്നാണ് എൻ്റെ സംശയം. ഇത് എൻ്റെ സംശയമാണ്, എൻ്റെ മാത്രമല്ല മറ്റ് പല ആളുകൾക്കും ഈ ഒരു സംശയം തോന്നാതിരിക്കുന്നതിന് ഒരു വഴിയില്ല. എന്താണ്, ആരുടെയോ ദാരിദ്ര്യത്തിൽ
തെറിച്ച് വീണ എന്തോ ഒരു തുള്ളിയിൽ ഉടലെടുത്ത വാൾമാക്രി എന്നാണ് ഈ ഒരു പെണ്ണുമ്പുള്ള വേടനെ ഉപമിച്ചത്. ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ല. അതെൻ്റെ എല്ലാ വീഡിയോകളിലും ഞാൻ പറയാറുള്ളത് തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും ഇവിടെ നിങ്ങൾ പറയുമ്പോൾ ആരാണോ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ആരാണോ കുഞ്ഞിനോട് അച്ഛനെന്ന് ചൂണ്ടിക്കാണിച്ചു പറയുന്നത് അവർ തന്നെയാണ് ആ ഒരു കുട്ടിയുടെ അച്ഛൻ. നിങ്ങളുടെ കാര്യത്തിലായാലും നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലായാലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആരെയാണോ അച്ഛനെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതാണ് നിങ്ങളുടെ മക്കൾക്ക് അച്ഛനായിട്ടുള്ളത്. നിങ്ങൾ മധുസൂദനൻ എന്ന് പറയുന്ന വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് നിങ്ങളുടെ മക്കളോട് ഇതാണ് നിങ്ങളുടെ അച്ഛനെന്ന് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്നത് ഇത് തന്നെയാണ് എൻ്റെ അച്ഛൻ എന്നാണ്. അല്ലാണ്ട് ആ ഒരു രഹസ്യം ഏതൊരു മാതാവിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. വെറുതെ എന്തെങ്കിലും വാചകങ്ങൾ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്നിട്ട് സ്വന്തം പ്രായം പോലും മറന്ന് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊലിക്കട്ടി ഉണ്ടല്ലോ, കാണ്ടാമൃഗത്തിന് പോലും ഇതിനേക്കാളും തൊലിക്കട്ടിക്ക് കുറവുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ സംസ്കാരമാണോ നിങ്ങൾ ഇത് വിളിച്ച് പറയുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ഇപ്പോൾ പല ആളുകളും വന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അവരെ കുറ്റം പറയുന്നത്, അവരൊരു ഹിന്ദു സ്ത്രീയല്ലേ, അങ്ങനെ പറയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാൻ വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ വിമർശിക്കണമെന്ന് എനിക്ക് തോന്നിക്കഴിയുന്ന കാര്യങ്ങൾ ഞാൻ വിമർശിക്കുക തന്നെ ചെയ്യും. അത് തെറ്റ് ചെയ്യുന്നത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ എന്നൊന്നും ഉള്ള വകഭേദം എനിക്കില്ല. ആ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയമൊന്നും നോക്കുന്ന ഒരു വ്യക്തിയെ അല്ല ഞാൻ. നേരെ മറിച്ച് ഞാൻ പറയുന്ന വാക്കുകളിൽ തെറ്റുണ്ടായിരുന്നു എന്ന് എനിക്ക് എപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടാൽ ഞാൻ വന്നിട്ട് മറ്റൊരു വീഡിയോയിൽ വന്നിട്ട് സോറി എന്ന് പറയാനോ ഒരു പോസ്റ്റ് ഇടാനോ എനിക്ക് ഒരു മടിയില്ലാത്തൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഷൈനി മധുസൂദനൻ എന്ന് പറയുന്ന ഈ അമ്മച്ചിയോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഒരു പൊടിക്ക് അടങ്ങിക്കൂടെ അമ്മച്ചി? രാമനാമം ജപിച്ച് തുടങ്ങാനുള്ള പ്രായമൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ വേടന് കൊടുത്ത അവാർഡിനെ പറ്റിയിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു അവാർഡ് അയാൾ അർഹിക്കുന്നതല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അത് കേൾക്കാനൊരു കഴമ്പുണ്ടായിരുന്നു, അത് കേൾക്കാനൊരു ഇമ്പം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ വാക്കുകളെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കും വിളിച്ച് പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അത്രയും മോശമായിട്ടുള്ള വാക്കുകളാണ് നിങ്ങളിവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ശരിക്കും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നീടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രമല്ല തെറി പറയാനൊക്കെ സാധിക്കുന്നത്, എല്ലാവർക്കും പറ്റുന്നതാണ് തെറി പറയാനൊക്കെ ആയിട്ട്. നിങ്ങൾ മുമ്പൊരിക്കൽ മനാഫിൻ്റെ കോതമംഗലം എന്നൊക്കെയുള്ള ഭാഷകളൊക്കെ പ്രയോഗിച്ച് വീഡിയോകളൊക്കെ ചെയ്തത് അതൊക്കെ നമ്മൾ കണ്ടതാണ്. ശരിക്കും ഒരു പൊടിക്കടങ്ങുക, രാമനാമം ജപിച്ച് വീട്ടിൻ്റെ മൂലയ്ക്കിരിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ പണ്ട് കാലത്തെ പെണ്ണുങ്ങളാണ് വീട്ടിൻ്റെ മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, ശമ്പളമുണ്ട്, സ്വന്തമായിട്ട് ജോലിയുണ്ട്, ആരും ആരുടെയും അടിമയുമല്ല. അപ്പോൾ അതിനോടൊന്നും നമ്മൾക്ക് ഒരു താല്പര്യവും ഇല്ല. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഒരു പൊടിക്കടങ്ങുക. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഒരു പോസ്റ്റ് ഇടുമ്പോൾ ആ ഒരു പോസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങളെ തന്നെയാണ് നിങ്ങൾ മലർന്ന് കിടന്ന് തുപ്പുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവുക. ഇത്രയും മോശമായിട്ടുള്ള പോസ്റ്റ് എഴുതി വിട്ട നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഈ വായിൽ കൂടിയാണോ അമേദ്യം പുറത്ത് കളയുന്നതും എന്തെങ്കിലും ആ ഒരു അമേദ്യമാക്കാനുള്ള സാധനത്തിനെ അകത്തോട്ട് വിടുന്നത് എന്നാണ് എൻ്റെ സംശയം. എന്തായാലും ഇനി സംശയങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഹിന്ദുക്കളുടെ വില കളയാതിരിക്കൂ ഷൈനി മധുസൂദനൻ അമ്മച്ചി എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മോശമായിട്ടുണ്ട്. നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷെ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ കുറച്ച് ഒരു മാന്യത പുലർത്താനായിട്ട് ശ്രമിക്കുക. ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.